എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി അവൻ്റെ നാമത്തെ ആരാധിച്ചുകൊണ്ട് വരികൾ എഴുതുന്നവരുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ കൈവപ്പുണ്ട്. അതുപോലെ ഉള്ള കൈവപ്പുള്ള ഹൃദയത്തിൽ തമ്പുരാൻ്റെ കൈവപ്പുള്ള ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് നമ്മോടൊപ്പമായിരിക്കുക. 100-ൽ പരം വളരെ ഹിറ്റായിട്ടുള്ള ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് എഴുതിയിട്ടുള്ള 10-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള MCB സഭയുടെ കോഴിക്കോട് പ്രവിശ്യംഗമായ പ്രിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛൻ. അച്ഛൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും അച്ഛൻ്റെ സുന്ദരമായ പാട്ടുകളുമാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ അനുഭവിക്കാണ്ട് പോവുക. പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി നന്ദിയുണ്ട്. അച്ഛൻ തന്നെ ഒന്ന് അച്ഛനെ പറ്റി ഒന്ന് പറയൂ. ഞാൻ 1962 മെയ് മാസത്തിലാണ് ജനിച്ചത്. എൻ്റെ ജനനം, എൻ്റെ മാതാപിതാക്കൾ പോളും മേരിയുമാണ്. ഞങ്ങൾ 12 മക്കളാണുള്ളത്. അതിൽ 9ാമത്തെ ആളാണ് ഞാൻ. അങ്കമാലിക്കടുത്ത് തുറവൂർ ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. 1977 തുറവൂര് സെൻ്റ് അഗസ്റ്റിൻ ഇടവക അല്ലേ? സെൻ്റ് അഗസ്റ്റിൻ ഇടവകയാണ്. 1977 എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ദിവികാരുണ്യ മിഷണറി സഭയിലെ അംഗമായിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ 1977 ജൂൺ 11-ാം തീയതി ഞാൻ ദിവികാരുണ്യ മിഷണറി സഭയിൽ ചേർന്നു. അതിനുശേഷം 11 വർഷക്കാലമായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം. 1988 മെയ് 7-ാം തീയതി ഞാൻ പുരോഹിതനായി അഭിഷിക്തനായി. ഫിലോസഫിയും അതുപോലെ തന്നെ തിയോളജിയൊക്കെ പഠിച്ചത് കൂടുതലും ഫോർമേഷൻ ഹൗസുകളൊക്കെ എവിടെയായിരുന്നു? ഫിലോസഫി എൻ്റെ പഠിച്ചത് ഞാൻ കാർമൽഗിരിയിലാണ്, ആലുവ സെമിനാരിലാണ്, സ്റ്റഡി ഹൗസിൽ നിന്നുകൊണ്ടാണ്. അതിനുശേഷം എൻ്റെ റീജൻസി നടത്തിയത് ഞാൻ ഷിമോഗ മിഷൻ കർണാടകയിലായിരുന്നു. പിന്നീട് ബാംഗ്ലൂർ CMA ധർമാരാം കോളേജിലാണ് എൻ്റെ തിയോളജി പഠനം നടത്തിയത്. അങ്ങനെ 1988 പുരോഹിതന അഭിഷിക്തനായി. പിന്നീട് 2 വർഷക്കാലം ഞാൻ ഷിമോഗ മിഷനിൽ കർണാടകയിലെ സേവനം ചെയ്തു. പിന്നീട് എൻ്റെ ജന്നാളച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ MA BEd പഠിക്കുവാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും അതോടൊപ്പം തന്നെ മലയാളം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് 1994 ഞാൻ അധ്യാപകനായി സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തൻകോട്ട് നടയിൽ വരുന്നത്. അവിടെ 24 വർഷക്കാലം ഞാൻ അധ്യാപകനായി സേവനം ചെയ്തു. മലയാളമായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. 20 വർഷക്കാലം അധ്യാപകനായും 5 വർഷക്കാലം പ്രിൻസിപ്പളായിട്ടും സേവനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ പുറത്തേക്കൊക്കെ പോയല്ലേ? അതിനുശേഷം ഞാൻ ഷിമോഗ മിഷന് ശേഷം 24 വർഷം അതിനുശേഷമാണ് ഞാൻ ഇറ്റലിക്ക് പോകുന്നത്. 1900 അത് പഠനമായിരുന്നു അതോ അല്ല, ഞാൻ അവിടെ ഒരു ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഇറ്റാലിയൻ 5 വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഏതാ പാരീഷ് ബൊളോഞ്ഞ അടുത്ത് ലൂഗോ എന്ന് പറയും, ബൊളോഞ്ഞ. അതിനുശേഷം അച്ഛൻ വീണ്ടും അതിനുശേഷം വന്ന് ഇപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് അടുത്തുള്ള ഞങ്ങളുടെ എണ്ണപ്പാറയിൽ MCBS ആശ്രമത്തിൽ സുപ്പീറായി സേവനം ചെയ്യും. വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചുപോയി, എന്നാലും അവരുടെ ഞങ്ങൾ 12 മക്കളാണുള്ളത്. 12 വലിയ കുടുംബം. അതെ, 12 മക്കളിൽ 9ാമത്തെ ആളാണ് ഞാൻ. 12 സഹോദരങ്ങളും സഹോദരങ്ങളിൽ ഒരു സഹോദരൻ മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 11 മക്കളുമുണ്ട്. അച്ഛൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണ്, വളരെ ഹൃദ്യമായ പാട്ടുകളാണ് എൻ്റെ വരികളൊക്കെ. അതിലൊരു എൻട്രൻസ് സോങ് ഉണ്ട് അച്ഛൻ്റെ, തിരുവൽത്താരയിൽ എന്ന് പറഞ്ഞ ഒരു ഗാനം. അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് ഞാൻ തന്നെ അച്ഛൻ്റെ ആ ഒരു സുന്ദരമായ ഗാനം ആലപിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതിയാണ്. തിരുവൽത്താരയിൽ സ്നേഹത്തിൻ ബലി, ത്യാഗത്തിൻ കഥയോതും കുർബാനയിൽ. തിരുവൽത്താരയിൽ സ്നേഹത്തിൻ ബലി, ത്യാഗത്തിൻ കഥയോതും
കുർബാനയിൽ ആത്മാവിലാനന്ദ ദീപം കൊളുത്തി അണയാം പ്രിയരേ ഒരു മനസ്സോടെ. ആത്മാവിലാനന്ദ ദീപം കൊളുത്തി അണയാം പ്രിയരേ ഒരു മനസ്സോടെ. ഇതു കാൽവരിയാഗത്തിനോർമ്മയാണ്, ഉപവിതന്നുടമ്പടിയാണ്, ഇതു ഐക്യത്തിനടയാളമാണ്, ഈശോ അർപ്പിക്കും ബലിയാണ്. ഇതു കാൽവരിയാഗത്തിനോർമ്മയാണ്, ഉപവിതന്നുടമ്പടിയാണ്, ഇതു ഐക്യത്തിനടയാളമാണ്, ഈശോ അർപ്പിക്കും ബലിയാണ്. അനുരഞ്ജിതരായി അണിചേരാം അനുദിനവും തിരുബലിയിൽ നാം. അനുരഞ്ജിതരായി അണിചേരാം അനുദിനവും തിരുബലിയിൽ നാം. ആശീർവദിച്ചിടും പൊന്നേശുനാഥൻ, ആ സ്നേഹമാവോളം അനുഭവിക്കാം. ഇത് കാൽവരിയാഗത്തിനോർമ്മയാണ്, ഉപവിതന്നുടമ്പടിയാണ്, ഇതു ഐക്യത്തിനടയാളമാണ്, ഈശോ അർപ്പിക്കും ബലിയാണ്. സഹനങ്ങളോരോന്നായി അർപ്പിച്ചിടാം, സുഖദുഃഖപൂർണമം ജീവിതവും. സഹനങ്ങളോരോന്നായി അർപ്പിച്ചിടാം, സുഖദുഃഖപൂർണമം ജീവിതവും. സർവവും നാഥന്റെ തിരുമുമ്പിലേക്കാം, സുവിശേഷ പാതയിൽ മുന്നേറിടാം. തിരുവൽത്താരയിൽ സ്നേഹത്തിൻ ബലി, ത്യാഗത്തിൻ കഥയോതും കുർബാനയിൽ. ആത്മാവിലാനന്ദ ദീപം കൊളുത്തി അണയാം പ്രിയരേ ഒരു മനസ്സോടെ. ആത്മാവിലാനന്ദ ദീപം കൊളുത്തി അണയാം പ്രിയരേ ഒരു മനസ്സോടെ. ഇതു കാൽവരിയാഗത്തിനോർമ്മയാണ്, ഉപവിതന്നുടമ്പടിയാണ്, ഇതു ഐക്യത്തിനടയാളമാണ്, ഈശോ അർപ്പിക്കും ബലിയാണ്. ഇതു കാൽവരിയാഗത്തിനോർമ്മയാണ്, ഉപവിതന്നുടമ്പടിയാണ്, ഇതു ഐക്യത്തിനടയാളമാണ്, ഈശോ അർപ്പിക്കും ബലിയാണ്. പ്രിയപ്പെട്ട അഗസ്റ്റിനച്ചാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രാരംഭ ഗാനമാണിത്. കാരണം ഇതിന് വളരെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അച്ഛാ, ഈ പാട്ട് അതിന് എഴുതാനിടയായ സാഹചര്യമൊക്കെ ഒന്ന് പറയുക അച്ഛാ. ഈ പാട്ട് ഞാൻ എഴുതിയത് ഇറ്റലിയിലായിരുന്നപ്പോഴാണ്. ഈ പാട്ട് പാടിയ കുട്ടി ടെസ്സ ജോണാണ്. അപ്പോൾ ടെസ്സ ജോൺ ഇതുവരെ ഒരു കുർബാനയുടെ പ്രാരംഭഗാനം പാടിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതാനിടയായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശ, ഐക്യത്തിൻ്റെ അടയാളം, ഉപവിയുടെ ഉടമ്പടിയാണ്.
അപ്പോൾ ആ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് ധ്യാനനിയുക്തമായിട്ട് എഴുതിയ ഗാനമാണിത്. അച്ഛാ എന്ന് മുതലാ അച്ഛാ പാട്ടുകളൊക്കെ എഴുതി തുടങ്ങിയത്? ഈ സെമിനാരിൽ ചേർന്നതിന് ശേഷമാണ്, അതിനു മുമ്പ് എഴുതുമായിരുന്നോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ ചെറിയൊരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് ഞാൻ എഴുതിയത്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇംഗ്ലീഷ് കവിതകൾ എഴുതുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പാട്ടുകൾ എഴുതുവാനായിട്ടുള്ള പ്രചോദനം ലഭിച്ചത്. പിന്നീട് ഞാൻ സെമിനാരിൽ ചേർന്നതിന് ശേഷം ഒത്തിരിയേറെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് 1986 ധർമാരാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അന്ന് അവിടെ നടന്ന കവിതാ രചനയിൽ ഫസ്റ്റ് 1ാം സമ്മാനം ലഭിക്കുകയുണ്ടായി. ഇന്റർസം കോമ്പറ്റീഷൻ ആണോ? അല്ല, നമ്മുടെ ധർമാരാം കോളേജിൽ തിയോളജി നടന്ന ആ സമയത്തുള്ള അല്ലേ? അതെ. പിന്നീട് ആ സമയത്ത് തന്നെ തിയോളജി പഠിക്കുമ്പോൾ പുസ്തക വിവർത്തനം ആരംഭിച്ചു. ഖലീൽ ജിബ്രാൻ്റെ 3 പുസ്തകങ്ങൾ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന് പ്രചോദനം അവിടെ തിയോളജി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാനതിൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വിവർത്തനത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ലൈബ്രറി, നല്ല വിശാലമായ ലൈബ്രറിയാണ് ധർമാരാം കോളേജിലുള്ളത്. ആ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഞാൻ വിവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം സാഹിത്യമാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു MA മലയാളമായിരുന്നു. അതെ, ഞാൻ മലയാളം സാഹിത്യമാണ് പഠിച്ചത്. 25 വർഷം പഠിപ്പിച്ചത് മലയാളം തന്നെയാണ്. അച്ഛനൊരു ഗുരുവായി കാണുന്ന ആരാണ്? ഒരു പ്രചോദനവും അതുപോലെ ഈ എഴുതുന്നതിനൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആ രീതിയിൽ? പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരിയേറെ പേര് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, പല സാഹിത്യകാരന്മാരും. ഇപ്പം ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഫാദർ തോമസ് ഇടയാൽ അച്ഛൻ ഒത്തിരിയേറെ ഗാനങ്ങൾ എഴുതുന്നതാണ്. അച്ഛനും കാരണം ഞങ്ങൾ ഓസ്തിയിൽ വാഴും, അതെ അതെ, ഓസ്തിയിൽ വാഴും ദൈവമേ നമ്മുടെ ദൈവം ഇതാ, അങ്ങനെ പ്രശസ്തമായ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ഫാദർ തോമസ് ഇടയാൽ എനിക്ക് ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട്. കവിതകൾ എഴുതും അച്ഛാ? കവിതകൾ എഴുതും. കവിതകൾ 4 പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേരൊക്കെ ഒന്ന് പറയോ? ഒന്ന് പബ്ലിക്കേഷൻ കിട്ടുന്നതല്ലേ പുസ്തകങ്ങൾ? അതെ അതെ. ഒന്ന് അക്ഷരപ്പാട്ടുകൾ എന്ന് പറയും. അക്ഷരപ്പാട്ടുകൾ. അതായത് ആ ഈ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് തോന്നുന്നു അത് റെഫർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതെ അതെ. അക്ഷരപ്പാട്ടുകൾ. അത് അക്ഷരങ്ങളുടെയൊക്കെയാണ്. അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള 56 മലയാളത്തിൽ 56 അക്ഷരങ്ങൾ വെച്ചിട്ട് ഓരോ പാട്ടാണ് അങ്ങനെ അക്ഷരപ്പാട്ടുകൾ. 4 പുസ്തകങ്ങളിൽ കവിതകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 4 പുസ്തകങ്ങൾ. ഒന്ന് അക്ഷരപ്പാട്ടുകളാണ്, രണ്ടാമത്തത് പിന്നെ ഓർമ്മച്ചെപ്പ്. അതിൽ വരുന്നത് വിഷയം, അതിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അനുഭവങ്ങളുടെ ബേസിലാണ്, ഓർമ്മകളുടെ. അതെ അതെ. ഇപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷന്റെ, നമുക്കറിയാലോ മലയാളത്തെ എന്തെങ്കിലും ഈ ഒരു തലമുറയോട് പറയാനുണ്ടോ, അല്ലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ മലയാളത്തിന്. അച്ഛൻ എന്താണ് എന്തെങ്കിലും ഒരു? പലരും തന്നെ ഭാഷയെ വേണ്ടത്ര നന്നായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. മലയാള ഭാഷയ്ക്ക് ആ ഭാഷയുടേതായ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഷയിലേക്ക് ഒത്തിരി കടന്നു വരാനും അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാഷ പഠിക്കാനും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പുതിയ തലമുറ തയ്യാറാകണം. ഈ പുതിയ മൊബൈലിൻ്റെയൊക്കെ സ്വാധീനത്തിൽ പുസ്തകങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. വായന മരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ വായന കുറയുന്നില്ല. മൊബൈലാണെങ്കിലും റീഡിങ് നടക്കുന്നുണ്ട്, പക്ഷെ പുസ്തക വായന കുറഞ്ഞു വരുന്നു. അങ്ങനെയാണ് അച്ഛൻ. നമുക്ക് അച്ഛൻ്റെ ഒരു വീണ്ടും ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു ജൂബിലി ഗാനം. അത് നല്ലൊരു ഗാനമാണ്. അത് എഴുതാനുണ്ടായ സാഹചര്യമൊക്കെ ഒന്ന് പറയാം. ഞങ്ങളുടെ അച്ഛന്മാരുടെ ജൂബിലി 2 വൈദികർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇടയാളച്ചൻ്റെയും ഞങ്ങളുടെ ഇപ്പോൾ മുൻ പ്രൊവിൻഷ്യലായ കോഴിക്കോട് കിഴക്കുമോച്ചിൻ്റെയൊക്കെ ജൂബിലി, സുവർണ്ണ ജൂബിലി വന്നപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ഗാനം എഴുതിയതാണ് ഈ ഗാനം. അവരുടെ സുവർണ്ണ ജൂബിലി വന്ന സമയത്ത് അച്ഛനോട് ആവശ്യപ്പെടുകയായിരുന്നു. അതെ അതെ, ആവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ എഴുതിയതാണ് സുവർണ്ണ ജൂബിലി. അവരുടെ സുത്രകമായിട്ടുള്ള സഭയിൽ ചെയ്ത സേവനങ്ങളൊക്കെ നന്ദിയോട് ഓർത്തുകൊണ്ട് അവർക്കായിട്ട് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. ജൂബിലി പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. ജൂബിലി പൊൻസുദിനം
ആഗതമായി അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. അണിയായി ജനങ്ങൾ നിരചേർന്നു പാടി ജൂബിലി, ആമോദത്താൽ ഒന്നായി പാടി ജൂബിലി. അണിയായി ജനങ്ങൾ നിരചേർന്നു പാടി ജൂബിലി, ആമോദത്താൽ ഒന്നായി പാടി ജൂബിലി. ജൂബിലി ജൂബിലി സുവർണ ജൂബിലി, ജൂബിലി ജൂബിലി സുവർണ ജൂബിലി. സമർപ്പണത്തിൻ പാതയിൽ നടന്ന നാളുകൾ, സ്വയമെരിയും മെഴുതിരിയായി ദീപ്തിയേകിനി. സമർപ്പണത്തിൻ പാതയിൽ നടന്ന നാളുകൾ, സ്വയമെരിയും മെഴുതിരിയായി ദീപ്തിയേകിനി. നൈവേദ്യമായി നാഥനു നൽകിനി നിൻമൊഴികൾ, യേശുവിൻ മൊഴികളായി. നൈവേദ്യമായി നാഥനു നൽകിനി നിൻമൊഴികൾ, യേശുവിൻ മൊഴികളായി. അണിയായി ജനങ്ങൾ നിരചേർന്നു പാടി ജൂബിലി, ആമോദത്താൽ ഒന്നായി പാടി ജൂബിലി. തിരുസഭതൻ മുത്തായി നീ വിളങ്ങിടും സുദിനം, നാടെങ്ങും സുവിശേഷം പകർന്നിടും നിമിഷം. തിരുസഭതൻ മുത്തായി നീ വിളങ്ങിടും സുദിനം, നാടെങ്ങും സുവിശേഷം പകർന്നിടും നിമിഷം. നിൻ വഴികൾ യേശുവിൻ വഴികളായി, നിൻമിഴികൾ യേശുവിൻ മിഴികളായി. നിൻ വഴികൾ യേശുവിൻ വഴികളായി, നിൻമിഴികൾ യേശുവിൻ മിഴികളായി. ജൂബിലി പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. ജൂബിലി പൊൻസുദിനം ആഗതമായി, അനുഗ്രഹത്തിൻ വരമാരി ചൊരിയുകയായി. അണിയായി ജനങ്ങൾ നിരചേർന്നു പാടി ജൂബിലി, ആമോദത്താൽ ഒന്നായി പാടി ജൂബിലി. അണിയായി ജനങ്ങൾ നിരചേർന്നു പാടി ജൂബിലി, ആമോദത്താൽ ഒന്നായി പാടി ജൂബിലി. ജൂബിലി ജൂബിലി സുവർണ
സുവർണ ജൂബിലി 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 സുവർണ ജൂബിലി. ഇത് ജൂബിലിയുടെ ഒരു മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ അച്ഛാ? ഇതിന്റെ സംഗീതം ചെയ്താറ് എന്താ ബെന്നി മൂലൻ. നമ്മുടെ കൊരട്ടിയിലെ ബെന്നിച്ചേട്ടൻ അല്ലേ? അതെ. അച്ഛാ, അച്ഛന്റെ മിനിസ്ട്രിയിലെ ഒരു കൂടുതൽ വർഷവും 23 വർഷത്തോളം സ്കൂളിലായിരുന്നു. 24 വർഷക്കാലം ഞാൻ 1994 മുതൽ 2018 വരെ സ്കൂൾ 2018 റിട്ടയർഡ് ആകുകയാണ്. റിട്ടയർ ചെയ്തു. ആഘോഷമായ സെന്റ് ഓഫ് അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ഇറ്റലിക്ക് പോയത്. സ്കൂൾ സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ സോഫ്റ്റ് ആയിരുന്നോ? പ്രത്യേകിച്ച് പ്രിൻസിപ്പാളുമായിട്ടൊക്കെ പ്രിൻസിപ്പളായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കുകയും ചെയ്യണമല്ലോ. അല്ലാതെ ഇരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടികളുടെ അവരുടെ താല്പര്യങ്ങളൊക്കെ വായിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിവികാരുണ്യ സഭയിലെ അംഗമെന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു പവർ ഹൗസ്, ഒരു സോഴ്സ് എന്ന് പറയുന്നത് ദിവികാരുണ്യമാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മിനിസ്ട്രിയിലും അച്ഛൻ എഴുതുന്ന പാട്ടുകളിലും ഒക്കെ ഞാൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ കൂടുതലും വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ടാണ്. ദിവികാരുണ്യ സ്വീകരണ ഗാനം, വിശുദ്ധ കുർബാനയുടെ ഗാനം, ഒത്തിരിയേറെ ഗാനങ്ങൾ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ മാതാവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊയ്ത്ത് പാട്ടുകൾ, പിന്നെ എല്ലാ വിശുദ്ധരെ കുറിച്ചും ഞാൻ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച്, സെന്റ് സെബാസ്റ്റ്യനെ കുറിച്ച്. അച്ഛനെ പറ്റി പൊതുവെ എല്ലാവരും തന്നെ MCBSലെ അച്ഛന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്, ശാന്തനായ ഒരു അച്ഛനാണ് അച്ഛൻ. ഒത്തിരി പാട്ടുകളൊക്കെ ഇനി എഴുതാനായിട്ട് വരട്ടെ. അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു 1-2 പാട്ടുകൾ കൂടി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കേൾക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ബെന്നി മൂലൻ ചേട്ടനെ പറ്റി അല്ലേ? എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ 1-2 പാട്ടുകൾ ചെയ്തതാണ് എനിക്കും വളരെ പ്രിയപ്പെട്ട. പാട്ടുകൾ ചെയ്തു. അതെ, അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. കുറിച്ചൊരു ഗാനം, മദർ തെരേസയെ കുറിച്ചുള്ള പാട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു വിശുദ്ധ സെബസ്ത്യാനസിനെ പറ്റി ഒരു പാട്ടുണ്ട്, എനിക്ക് പാടാനായിട്ട് ഭാഗ്യം കിട്ടി. ആ പാട്ടോട് കൂടെ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഹൃദയം നുറുങ്ങി വിളിച്ച വിളി കേട്ടിടും പുണ്യവാനേ. ഹൃദയം നുറുങ്ങി വിളിച്ച വിളി കേട്ടിടും പുണ്യവാനേ. പകരും വ്യാധിയാൽ തളരും സുതരിൽ, പകരും വ്യാധിയാൽ തളരും സുതരിൽ ആശ്വാസമേകിടു പുണ്യവാനേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്പുകളാലെ പീഡനമേറ്റു തളർന്നൊരു പുണ്യവാനേ. അമ്പുകളാലെ
രക്തസാക്ഷിയായൊരു പുണ്യസൂനമേ, പറുദീസ ഞങ്ങൾക്കു നൽകിയിടുവാൻ. രക്തസാക്ഷിയായൊരു പുണ്യസൂനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സ്നേഹം നെഞ്ചേറ്റുവാങ്ങി ഭൂമിയിൽ സ്വർഗം തീർത്തവനേ. യേശുവിൻ സ്നേഹം നെഞ്ചേറ്റുവാങ്ങി ഭൂമിയിൽ സ്വർഗം തീർത്തവനേ. ദൈവേഷ്ടമെന്നെന്നും പാലിച്ചു നീ ഞങ്ങൾക്കു നേർവഴി തെളിച്ചവനേ. ദൈവേഷ്ടമെന്നെന്നും പാലിച്ചു നീ ഞങ്ങൾക്കു നേർവഴി തെളിച്ചവനേ. ഹൃദയം നുറുങ്ങി വിളിച്ച വിളി കേട്ടിടും പുണ്യവാനേ. പകരും വ്യാധിയാൽ തളരും സുതരിൽ ആശ്വാസമേകിടു പുണ്യവാനേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീ ബെന്നി പോളിനും സുത്യർഹമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ മനോഹരമായി. താങ്ക് യു. ഞാനിത് ഒന്ന് രണ്ട് പള്ളി തിരുനാൾ കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ പാട്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പെരുന്നാൾ കാണാനല്ലോ കൂടുതലും വരിക. അതെ അതെ, അത് കേൾക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സന്തോഷം കൂടി. എനിക്കൊന്ന് പല പള്ളികളിലൊക്കെ തിരുനാളിനോടനുബന്ധിച്ച് ഇത് പാടുന്നുണ്ട്. ബെന്നിച്ചേട്ടൻ ഒരിക്കൽ കൂടി എൻ്റെ കൂടി പേരിൽ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛൻ 100 പരം വളരെ വിശദമായിട്ടുള്ള ജനഹൃദയങ്ങൾ ഏറ്റുപാടുന്ന ഭക്തിഗാനങ്ങൾ രചിച്ച 10 പരം വളരെ മനോഹരമായ പുസ്തകങ്ങളൊക്കെ എഴുതിയ വലിയൊരു ഗുരു അച്ഛൻ കൂടിയാണ് നമ്മോടൊപ്പം ആയിരിക്കുക. അച്ഛൻ്റെ വിശേഷങ്ങളേറെ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ അച്ഛൻ്റെ മനോഹരമായ പാട്ടുകളും അച്ഛൻ്റെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. തിരുവൽത്താരയിൽ സ്നേഹത്തിൻ ബലി, ത്യാഗത്തിൻ കഥയോതും കുർബാനയിൽ. തിരുവൽത്താരയിൽ സ്നേഹത്തിൻ